സക്കീർ ഹുസൈൻ എന്ന പേരിൽ ഒന്നിലധികം വ്യക്തികളുണ്ട്. ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നാൽ ഒരു ആൾ മാത്രമേ ഉള്ളൂ. അത് തബലിസ്റ്റ് ഉസ്താദ് സക്കീർ ഹുസൈനാണ്. ഇന്ത്യയിലെ പ്രശസ്ത തബല വിദ്വാനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമുക്കതിൽ അഭിമാനിക്കാം. അദ്ദേഹം മാർച്ച് 9, 1951 മുംബൈയിലാണ് ജനിച്ചത്. പ്രശസ്ത സംഗീതജ്ഞനായ അള്ള റാഗയുടെ മകനാണ്. പിതാവ് തന്നെയാണ് സക്കീർ ഹുസൈനെ സംഗീതം അഭ്യസിപ്പിച്ചത്. സക്കീർ തൻ്റെ 12ാമത്തെ വയസ്സിൽ തന്നെ കച്ചേരികൾ ആരംഭിച്ചു. അദ്ദേഹത്തിന് 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം. 2024 ഡിസംബർ 15 തബല മാന്ത്രികനായ സക്കീർ ഹുസൈൻ അരങ്ങൊഴിഞ്ഞു. 1951 ജനിച്ച അദ്ദേഹം മഹിമയിലെ സെൻറ് മൈക്കിൾ ഹൈസ്കൂളിൽ പഠിച്ച് മുംബൈയിലെ സെൻറ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ബിരുദം നേടി. 1970കളിൽ രവിശങ്കറുമായുള്ള ഹുസൈൻ്റെ സഹകരണം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. അവരുടെ സമന്വയം ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ആഗോളതലത്തിലേക്ക് കൊണ്ടുവന്നു. അവരുടെ സങ്കീർണമായ താളങ്ങളും ഈണങ്ങളും കൊണ്ട് ജനങ്ങളെ മയക്കി. ഈ കൂട്ടുകെട്ട് ഇന്ത്യൻ സംഗീതത്തിൻ്റെ സൗന്ദര്യം പലരെയും പരിചയപ്പെടുത്തി. തൻ്റെ കരിയറിൽ ഉടനീളം വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന കലാകാരന്മാരുമായി സഹകരിച്ചിരുന്നു. ജാസ്, ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം എന്നിവയുടെ സംയോജനം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിൽ ഒരു പുതിയ ശബ്ദം സൃഷ്ടിച്ചു. പ്ലാനറ്റ് ഡ്രം പോലെയുള്ള തകർപ്പൻ പദ്ധതികൾ ഉണ്ടാക്കി. അതിരുകൾക്കപ്പുറവും മറികടന്നുള്ള ഹുസൈൻ്റെ കഴിവ് അത്രയും അപാരമായിരുന്നു. കർണഗി ഹാൾ, റോയൽ ആൽബർട്ട് ഹാൾ തുടങ്ങിയ വിഖ്യാത വേദികളിൽ ഹുസൈൻ്റെ പ്രകടനങ്ങൾ ഒട്ടും കുറവല്ലായിരുന്നു. തബലയിൽ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം താളത്തെക്കുറിച്ചും ആഴത്തിലുള്ള ധാരണയുടെയും തെളിവാണ്. ഓരോ പ്രകടനവും ഏറ്റവും അവിസ്മരണീയമായ പ്രകടനങ്ങളിലൊന്നാണ് വുമേഡ് ഫെസ്റ്റിവലിലായിരുന്നു. അവിടെ അദ്ദേഹം കളിശൈലി കൊണ്ട് പ്രേക്ഷകരെ ആകർഷിപ്പിച്ചു. 1987 സക്കീർ പുറത്തുവിട്ട സോളോ ആൽബം വ്യാപകമായി ഖ്യാതി നേടി. സംഗീതോപകരണങ്ങളിൽ അദ്ദേഹം നവനീയമായ രീതികൾ സൃഷ്ടിക്കും. കുട്ടിക്കാലത്തു തന്നെ തൻ്റെ വഴി സംഗീത ലോകമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം 18ാം വയസ്സിൽ 1970 അമേരിക്കയിൽ സിത്താർ വാദകൻ രവിശങ്കറിനോടൊപ്പം കച്ചേരി അവതരിപ്പിച്ചു. ഐതിഹാസികമായ പോപ്പ് പശ്ചാത്തല സംഗീതജ്ഞന്മാരുമായി സഹകരിച്ചിട്ടുമുണ്ട്. 1999 യുണൈറ്റഡ് നാഷണൽ എൻഡോവ്മെൻറ്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടിയിട്ടുണ്ട്. അമേരിക്കയിലെ പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞന്മാർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഇത്. അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ഗ്രാമി പുരസ്കാര വേദിയിലും സക്കീർ ഹുസൈൻ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. 2016 വൈറ്റ് ഹൗസിൽ നടന്ന ഇന്റർനാഷണൽ ജാസ് ഡേ 2016 ഓൾ സ്റ്റാർ ഗ്ലോബൽ കൺസൾട്ടിലേക്ക് പ്രസിഡന്റ് ഒബാമ ക്ഷണിച്ച നിരവധി സംഗീതജ്ഞരിൽ ഹുസൈനും ഉൾപ്പെട്ടിരുന്നു. ഹരിദാസ് വൽക്കർ 18 വർഷത്തിലേറെയായി ഹുസൈന് തബലകൾ നിർമ്മിക്കുന്നു. തബല നിർമ്മിക്കാൻ പഠിപ്പിച്ചതിനാൽ അദ്ദേഹത്തിന് പ്രത്യേകമായ തബലകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു അദ്ദേഹം. സക്കീർ ഹുസൈൻ്റെ പുസ്തകമായ എ ലൈഫ് ഇൻ മ്യൂസിക് 2018 പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ ഒരു സംഗീതജ്ഞൻ എന്ന നിലയിലുള്ള വളർച്ച വരെ പുസ്തകത്തിൽ കാണിച്ചിട്ടുമുണ്ട്. ഹുസൈൻ്റെ മാനേജർ കൂടിയായ കഥക് നർത്തകിയും അധ്യാപികയുമായ അന്റോണിയ മിനാക്കോളയെ ഹുസൈൻ വിവാഹം കഴിച്ചു. അതിലിവർക്ക് 2 പെൺമക്കളുമുണ്ട്. 1990 ഇന്ത്യൻ രാഷ്ട്രപതി സംഗീത നാടക അക്കാദമി അവാർഡ് സമ്മാനിച്ചു. ഈ അംഗീകാരം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീതജ്ഞരിൽ ഒരാളായി അദ്ദേഹം മാറി. 2022 മുംബൈ സർവകലാശാല സംഗീത മേഖലയിലെ അദ്ദേഹത്തിൻ്റെ അസാധാരണമായ സംഭാവനകൾക്ക് ഓണററി ഡോക്ടർ ഓഫ് ലോ ബിരുദം നൽകി ആദരിച്ചു. നമുക്ക് എണ്ണിപ്പറയാവുന്നതിൽ കൂടുതൽ പുരസ്കാരങ്ങളും ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് തീരാ നഷ്ടം തന്നെയാണ്.